ഡെയിലി ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ഓർഗാനിക്കായിട്ട്, ഞാൻ പറയുന്നത് ഒരു വൺ വേർഡ് ചോദ്യം എന്നതിനുപരി അതുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുക. ഏതൊരു കണ്ടൻറ്റ് കിട്ടിയാലും അത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ത്രെഡാണോ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. PSC അപ്രോച്ച് മാറാൻ പോവുകയാണ്. PSC ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന അപ്രോച്ച് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നിങ്ങളൊരു ആശയം അല്ല പഠിക്കേണ്ടത്, ആ ആശയം ഫുള്ളായിട്ട് എവിടെ നിന്നൊക്കെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ടെല്ല PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. എന്നോടൊപ്പം ഇന്ന് 2 പ്രശസ്ത അധ്യാപകരാണുള്ളത്. കറണ്ട് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന JK സാർ, ഗൗതം സാറാണ് എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ വളരെ മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒത്തിരി എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു അഭിമാനം കൂടിയുണ്ട്. നമ്മൾ നൽകിയ ഫ്രീ PDF-കളും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ എക്സാംസും സബ്ജക്റ്റ് ബേസ്ഡ് എക്സാംസും ഇതൊക്കെ ഈ ഒരു പ്രീവിയസ് സെറ്റിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഇനി നമ്മളുടെ പ്ലാനുകളെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സർപ്രൈസ് ആണ് ഇവിടെ പൊളിക്കാൻ പോകുന്നത്. സർ, എന്തൊക്കെയാണ് ഇനി നമ്മുടെ ഒരു പ്ലാനുകൾ? ഇനി 2026-27 PSC ഒരുപാട് എക്സാംസുകൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്കറിയാം, ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, അതുപോലെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ LDC, അതുപോലെ തന്നെ ഫോഴ്സ് എക്സാംസുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഫോഴ്സ് എക്സാംസിന് വേണ്ടി കുട്ടികൾ ഒരുപാട് പേര് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ടെല PSC ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഫോഴ്സ് എക്സാംസുകൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും സർ ഫോഴ്സിന് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഫോഴ്സിന് എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. കാര്യം വളരെ വ്യത്യസ്തമായിട്ട് അവിടെ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു സ്കോർ നേടാൻ ഒരു റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സുകൾ തന്നെയാണ്. സോ ടെല PSC ഈ വർഷം വരാനിരിക്കുന്ന ഫോഴ്സ് എക്സാംസുകൾ, അത് WCPO അല്ലെങ്കിൽ കോൺസ്റ്റബിൾ എക്സാംസ്, അതുപോലെ ഫയർമാൻ, പ്രിസൺ ഓഫീസർ തുടങ്ങിയ എക്സാംസുകളൊക്കെ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുകൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാം കഴിഞ്ഞു. നമുക്ക് റീസെൻ്റ് ആയിട്ട് പല എക്സാംസ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു നിലവാരം എങ്ങനെയുണ്ട് സർ? ടീച്ചർ, നമുക്കിപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എക്കണോമിക്സ് അവർ കൂടുതലും ഈ ഫോഴ്സ് പരീക്ഷയ്ക്ക് എസ്പെഷ്യലി 12ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾക്ക് കൂടുതലും SCRT പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അപ്പോൾ ഈ SCRT എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു തെറ്റിദ്ധാരണ വരും, ഇപ്പോൾ ഇറങ്ങിയ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCRTക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കാർഷിക മേഖലയെ പറ്റിയിട്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് കോളനിയൽ കാലത്ത് കാർഷിക മേഖല വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ SCRTയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇപ്പോൾ നീതി ആയോഗിൻ്റെ ചോദ്യമാണെങ്കിൽ അത് ഇപ്പോഴത്തെ SCRTയിൽ നിന്നുള്ള ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ചോദ്യമാണെങ്കിൽ അത് SCRTയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫോക്കസ് ചെയ്യുക SCRT ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഡിഗ്രി ലെവലിന് അവരൊരു പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് പറയുന്നത് +2 NCERT ആണ്. അപ്പോൾ ഒരു കാരണവശാലും ബീറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന +2 ലെവൽ യോഗ്യതയുള്ള പരീക്ഷകൾ നമുക്ക് ആ ടെക്സ്റ്റ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുക ഈ പറഞ്ഞ മേഖലകളിൽ നിന്ന് ആയിരിക്കും. SCRT ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അവർ SCRT ഫോക്കസ് ചെയ്യാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഈ സിലബസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 42ാമത്തെ ഭേദഗതി, 44ാമത്തെ ഭേദഗതി എന്നൊക്കെ അവർ കൃത്യമായിട്ട് സിലബസ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്. ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും വരിക. ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും മാഡത്തിൻ്റെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും കൂടുതലും SCRT ആണെന്ന് തോന്നുന്നു. മാഡത്തിന് എന്താ തോന്നുന്നത്, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നമുക്ക് കൂടുതലും സ്കൂൾ ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മുടെ ആ ഒരു സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. കുട്ടികളെല്ലാവരും പേടിക്കുന്നതും ഈ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. അപ്പോൾ ഞാനെന്നും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് നിങ്ങളത് കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായത് ഇത്, തെറ്റായത് ഇത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, അതിനുശേഷം നേരെ ഓപ്ഷനിലോട്ട് വരിക. അതുവഴി നിങ്ങൾ എലിമിനേഷൻ ട്രിക്സിലോട്ട് പോവുകയാണെങ്കിൽ
അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അറിയില്ല എന്നിരുന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അറിഞ്ഞുകൊണ്ട് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സാർ പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ സാർ. ഇപ്പോൾ നമ്മൾ ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന നമ്മളെപ്പോഴും വായിക്കുമ്പം നമ്മൾ പരീക്ഷയുടെ മൈൻഡിലിരിക്കുമ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് മറന്നുപോകും. നമ്മുടെ ബ്രെയിനകത്ത് നമ്മൾ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചേക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതായിരിക്കും. പരീക്ഷയും വായിച്ച് സ്റ്റേറ്റ്മെന്റും വായിച്ച് നമ്മൾ ഉത്തരവ് എഴുതി കഴിഞ്ഞ് മാർക്ക് ചെയ്തിട്ടായിരിക്കും തെറ്റാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ഒരു സർക്കിളും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതെനിക്ക് അഭിപ്രായമാണ്. സാർ അതിനോട് സാറിന് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പോലുള്ളതിൽ വരുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാറേ, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും സിലബസ് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സിന് ഒരു സിലബസ് ഇല്ലാത്തൊരു ഏരിയ ആണ്. അതായത് ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾ ഡെയിലി പഠിക്കുക. നമുക്കെപ്പോഴും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പത്രങ്ങൾ തന്നെയാണ്. പത്രങ്ങളും അതുപോലെ തന്നെ PIB, PRD, അതുപോലെ സർക്കാരിൻ്റെ ഓൺ സൈറ്റുകൾ. അപ്പോൾ ഡെയിലി ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ഓർഗാനിക്കായിട്ട്, ഞാൻ പറയുന്നത് ഒരു വൺ വേർഡ് ചോദ്യം എന്നതിനുപരി അതുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇസ്രോയുടെ ഒരു ലോഞ്ച് നടന്നു കഴിഞ്ഞാൽ ആ ഇസ്രോ ലോഞ്ച് നടന്ന ഡേറ്റ്, എന്നാണ് നടന്നിരിക്കുന്നത്, എവിടെയാണ് നടന്നത്, ആ ലോഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു സാറ്റലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട പേലോഡേഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണ്. ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചന്ദ്രയാൻ 3ൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സോഴ്സ് നമ്മൾ തേടി പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ചെന്നെത്തുന്നതാണെങ്കിൽ ഇസ്രോയുടെ ഓൺ സൈറ്റാണ്. അതെ, നമുക്കത് പത്രങ്ങളിലൊന്നും കാണാൻ കഴിയത്തില്ല ആ കണ്ടന്റ്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ സോഴ്സ് തേടി പോയപ്പോൾ ഞാൻ എത്തിയത് ഈ പറയുന്ന ഇസ്രോയുടെ ഓൺ സൈറ്റിൽ. അവിടെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ചന്ദ്രയാൻ 3. അപ്പോൾ ഞാൻ അന്ന് മുതൽ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രോയുടെ ഏതൊരു ലോഞ്ച് വന്നാലും, ഇപ്പോൾ ഗഗൻയാൻ ഇനി നടക്കാൻ പോകുന്നതാണ്, അപ്പം ഇനി വരാനിരിക്കുന്ന ദൗത്യങ്ങളായാൽ കൂടി അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ കൃത്യമായിട്ട് നോക്കുക. നമ്മൾ ആ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന പ്ലോട്ടാണോ എന്ന് നമ്മൾ അവിടെ അനാലിസിസ് ചെയ്യുക. എന്നിട്ട് നമ്മളത് പഠിക്കുക. സോ ഏതൊരു കണ്ടൻറ്റ് കിട്ടിയാലും അത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ത്രെഡാണോ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. പിന്നീട് പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം? ഞാൻ പറഞ്ഞില്ല, ഇത് സിലബസ് കൃത്യമായിട്ട് പറയാത്തൊരു ഏരിയ ആയതുകൊണ്ട് അതെ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് തന്നെ 5 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ചോദ്യങ്ങൾ. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ പത്രങ്ങൾ വായിച്ച് അതിന് ആനുകാലിക പ്രസക്തി മനസ്സിലാക്കുക. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ടൻറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യുക. പിന്നീട് അത് റിവൈസ് ചെയ്യുക. നമുക്കറിയാം, ഇന്ന് പഠിക്കുന്ന സാധനങ്ങളെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലോട്ട് വരുമ്പോൾ കൂടുതൽ കണ്ടൻറ്റുകൾ കൂടിയാണ്. സോ റിവിഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു സാധനം നമ്മുടെ മനസ്സിലോട്ട് നിൽക്കത്തില്ല. സോ റിവിഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസുകൾ ചെയ്യുക. OMR ക്വസ്റ്റ്യൻസുകൾ തന്നെ നമ്മൾ മാക്സിമം ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെല്ല PSC നമുക്കറിയാം വീക്കിലി നമ്മൾ OMR എക്സാംസ് ആണ്. അതായത് സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റും നമുക്ക് 1 വീക്ക് ക്ലാസ് നടക്കുമ്പോൾ 5 ഡേയ്സ് നമുക്ക് ക്ലാസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ഒരു ദിവസം നമുക്ക് റിവിഷന് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കും. പിന്നുള്ള ഒരു ദിവസം എന്ന് വെച്ചാൽ ഇത്രയും പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് ടീച്ചേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണോ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടെല്ല PSCയിലെ മോഡൽ എക്സാമായിട്ട് നിങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടന്ന ബീറ്റ് ഫോറസ്റ്റ് നമ്മളൊരു 100 മാർക്ക് മോഡൽ എക്സാം ഇട്ടപ്പോൾ അതിനകത്തുനിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചത്. അത്രയും ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ സാർ ഇങ്ങനെ നമ്മൾ കുറേ ഡീറ്റെയിൽഡ് പ്രോസസ്സാണ് പറഞ്ഞത്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 6 months ആണ് നമുക്കൊരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇരുന്ന് പത്രങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഇങ്ങനെ ഇരുന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. അത് വേണ്ട ടീച്ചർ, JK സാർ ഉണ്ടല്ലോ. അതാ JK സാർ ഉണ്ട്. അതുപോലെ നമുക്ക് മികച്ച ഫാക്കൽറ്റീസ് ആണ് ഓരോ സബ്ജക്ട്സിനും. അതായത് നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഇത്രയും കണ്ടന്റ് എടുത്ത് എക്സാം എഴുതുക പോസിബിൾ അല്ല. നമ്മൾ തന്നെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ദിവസം തന്നെ എടുക്കാറുണ്ട്. അതായത് ഒരു കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ അത് കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓൺ സൈറ്റുകൾ പോകുന്നു, വിവിധ പത്രങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഓർഗാനിക്കായിട്ട് തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 100% നമ്മൾ ഒരു ഗ്യാരണ്ടി തരികയാണ് ഇവിടെ. അതായത് തലേ ദിവസം 24 മണിക്കൂറിൽ നടന്ന വാർത്തകൾ
സാർ ഇടുന്ന ഒരു 1.5 മണിക്കൂറാക്കി തരുമെന്നുള്ളതാണ്. അതെ 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 ഷോർട്ടാക്കി തരും. പിന്നെ ഈ ഒഫീഷ്യൽ സൈറ്റിൽ പോകുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ കുട്ടികൾ മലയാളത്തിൽ എക്സാം എഴുതും അല്ലേ. അപ്പൊ ഇവരുടെ മലയാളം കാണുമ്പോൾ നമ്മൾ പോലും ഞെട്ടും, നമ്മുടെ ഭാഷ തന്നെയാണോ ഇത് അല്ലെ, ശരിക്കും മനസ്സിലാകാത്ത രീതിയിലുള്ളതാണ്. ഈ ഒഫീഷ്യൽ സൈറ്റിനെ മലയാളീകരിക്കുമ്പോൾ ഉള്ളതാണ്. അത് PSC തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇംഗ്ലീഷാണ് നിങ്ങൾ നോക്കേണ്ടത് കൃത്യമായി പറയുന്നത്. ഡിഗ്രി തല എക്സാംസുകളിൽ മലയാളവും ഇംഗ്ലീഷും നമുക്ക് മീഡിയം കാണാൻ കഴിയും. പിന്നീട് 10th ഫുള്ളി മലയാളം മോഡൽ നമുക്ക് കാണുന്നത്. 10th പക്ഷെ വാക്കുകൾ കുറച്ചുകൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഡിഗ്രിയാണ് നമ്മൾ മുകളിലോട്ട് നോക്കിയിരിക്കുക, എന്താണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാവാൻ പിന്നെയും പോയി ഇംഗ്ലീഷ് വായിക്കണം. അതെ അതെ. അപ്പൊ ഫോഴ്സ് എങ്ങനെയാണ് സർ, ഒരു ബാലികേറ മലയാണോ? ഇല്ല, അങ്ങനെ ബാലികറ മലയെന്നൊന്നും ഞാൻ പറയില്ല. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒന്ന്, എനിക്ക് 2 റൗണ്ട് ഓടാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഫോഴ്സ് പറ്റില്ല എന്ന് ചിന്താഗതിയുള്ളവരുണ്ട്. നിങ്ങൾക്ക് 2 റൗണ്ട് ഓടാൻ പറ്റണ്ട, 2 റൗണ്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോഴ്സ് പറ്റും. പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും 2 റൗണ്ട് ഓടിക്കോളും. കാരണം ജീവിതത്തിൽ നമ്മൾ ഓടിയേ പറ്റുള്ളൂ. ആ 2 റൗണ്ട് ഇപ്പോൾ ഓടിയാൽ മര്യാദയ്ക്ക് എന്തായാലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികൾക്കിടയിൽ ഈ ഫോഴ്സ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം, അതായത് റാങ്ക് ലിസ്റ്റിൽ മീൻസ് സാധ്യത പട്ടികയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ പിന്നീട് ഓട്ടം അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആ ഒരു സംഭവത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തള്ളിപ്പോവും. അത് മാത്രമല്ല, അതെ, പ്രാധാന്യമാണ്. നേരത്തെ തന്നെ നമ്മളിപ്പോൾ ഫോഴ്സ് ആണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കൂടെ നമ്മൾ പഠിക്കുകയും വേണം. കൃത്യമായി സിലബസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കേണ്ടത് സർ? മിസ്സേ, ഇപ്പം സ്ട്രാറ്റജി എന്ന് പറയും, നമുക്ക് മുന്നിൽ എന്ത് പഠിക്കണമെന്ന് PSC കൃത്യമായിട്ടൊരു സിലബസിലൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഒരു സിലബസ് പഠിക്കാൻ നമുക്ക് ഒരു 3 മാസം 4 മാസമൊക്കെ മതി എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് കഴിഞ്ഞാൽ പിന്നീട് റിവിഷനാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്സുകളും കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകുക. അതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ OMR ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷേ ഒരു എക്സാം പാറ്റേണിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ പാറ്റേണിലോട്ട് വന്നില്ലെങ്കിൽ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ, കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള PSC ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് അനാലിസ് ചെയ്യുക. എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ പലതരത്തിൽ വരുന്നുണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരി ചെയ്ത് തെറ്റ് ചെയ്ത്, ഇടക്കാല എക്സാംസുകൾ 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ട് ശരി ചെയ്ത് തെറ്റ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട്. 1 to 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇടയ്ക്ക് PSC ഇട്ട്, അത് UPSC ഒരു മോഡലായിരുന്നു. സോ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് തെറ്റിപ്പോയ ഒരു സമയം. അതായത് വിവിധ ബോർഡുകൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസുകൾ പാറ്റേണുകൾ അതേ കണക്ക് നമ്മുടെ PSC ചോദിക്കാറുണ്ട്. അതായത് പഞ്ചാബ് PSC, രാജസ്ഥാൻ PSC അവിടെ നിന്നൊക്കെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് വരാറുണ്ട് ചില ചോദ്യങ്ങൾ. അതെ അതെ അതെ. പഴയ എൻ്റെ എക്കണോമിക്സിനകത്ത് കഴിഞ്ഞൊരു ഡിഗ്രി പ്രിലിംസ് ആണെന്ന് എൻ്റെ ഓർമ്മ. താഴെ നൽകിയിരിക്കുന്നവയിൽ ദേശീയ വരുമാനത്തിന് തുല്യമേത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ NNP ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമാണ് അതിന് ഉത്തരവായിട്ട് വന്നത്. ഞാൻ ആ ചോദ്യം ചുമ്മാ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 2001 UPSCക്ക് ചോദിച്ചാൽ അതേ ചോദ്യം ഇതുപോലെ എടുത്തങ്ങ് വെച്ചേക്കാണ് PSC. അപ്പോൾ PSCയുടെ ട്രെൻഡ് ഇപ്പോൾ മാറുന്നുണ്ട്. അവർക്കിപ്പം അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ ഈ പറയുന്ന മേഖലയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളൊരു പ്രവണതയും കൂടി ഇപ്പോൾ ഉണ്ട്. എന്തായാലും പണ്ടത്തെ ഒരു PSC എക്സാം ആണെങ്കിൽ 2021 മുമ്പാണെങ്കിൽ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചിട്ട് പോവാമെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ ഫീഡിങ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഉറപ്പാണ് ജോലി. പക്ഷെ ഇപ്പം കാലം മാറി. കാര്യം PSC ഒരു ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിലും പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നല്ല ഒരു അധ്യാപകരുടെ ഒരു പിൻബലം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ആളല്ല, തൊട്ട് മുമ്പുള്ളായിരുന്നു ആൾ പറഞ്ഞൊരു വാചകമുണ്ട്. PSCയുടെ അപ്രോച്ച് മാറാൻ പോവുകയാണ്. PSC ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന അപ്രോച്ച് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നിങ്ങളൊരാശയം അല്ല പഠിക്കേണ്ടത്, ആ ആശയം ഫുള്ളായിട്ട് എവിടെ നിന്നൊക്കെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. മിനിമം ഒരു 2 പത്രമെങ്കിലും വായിക്കാം PSCയിലോട്ട് നിങ്ങൾ വരണ്ട എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യത്തിൽ സത്യമായിട്ട് വരികയാണ് ഇപ്പോൾ. അല്ല, കുട്ടികൾ തമാശയ്ക്ക് പോലും പറയാറുണ്ട് നമ്മൾ എല്ലാവരുടെയും ജാതകം സഹിതം പഠിക്കണം. അതായത് ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഒരാൾ മാറുക എന്നൊക്കെ പറയുമ്പോൾ PSC പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതെല്ലാം കാണാൻ പഠിച്ചെടുക്കണ്ടേ. അപ്പോൾ സർ ഫോഴ്സിന്റെ എക്സാം ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കുറവായിരുന്നു അല്ലേ? ഇപ്പോൾ കട്ട് ഓഫ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അത് അല്ല, കുട്ടികളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് കൂടിയെന്നുള്ളതാണ്. കുട്ടികളുടെ പഠിക്കുന്ന രീതി മാറിയെന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അവരും ഈ പറയുന്ന ഹോളിസ്റ്റിക് അപ്പുറം ഞങ്ങളോട് ഹോളിസ്റ്റിക് പറഞ്ഞാൽ ഞങ്ങൾ അതിനപ്പുറം കാണിച്ചു തരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പിള്ളേർക്കും ഉണ്ട്. അപ്പോൾ നമുക്കും അതൊരു ത്രില്ലാണ് പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള പിള്ളേർ വരട്ടെ. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം.
ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഫോഴ്സ് ഇപ്പോൾ നോക്കുകയാണ്, ഫോഴ്സിൻ്റെ എക്സാം നോക്കുമ്പോൾ ഒരു എത്ര നാൾക്കുള്ളിൽ എല്ലാവരും ഏതൊരു ജനറൽ PSC എഴുതുന്ന കുട്ടിയാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എത്ര നാൾ പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും? അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു സ്പെസിഫൈ ചെയ്തൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരം. അതായത് ജോലി എന്ന് കിട്ടണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നമ്മുടെ സിലബസൊക്കെ കവർ ചെയ്ത് അത് കഴിഞ്ഞ് വരുന്ന ഒരു PSC എക്സാം നമുക്ക് എഴുതാം. അവിടെ നമ്മൾ ഉഴപ്പനായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു 6 മാസം എടുക്കും. സോ നിങ്ങൾ തീരുമാനിക്കുക എന്ന് ജോലിക്ക് കയറണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ വേണ്ടി ഒരു വേക്കൻസി മതി, അല്ലേ? ആ വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവരെ കോമ്പറ്റീറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ കണ്ടന്റുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക, മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഒരു PSC എക്സാമിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെല്ല PSC എന്താണ് സർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ടെല്ല PSC ആണ് ഓപ്റ്റ് ചെയ്യുന്നത് ഫോഴ്സ് പഠിക്കാൻ, അപ്പോൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. മാഡം പറഞ്ഞ പോലെ ഈ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിലാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് പറയേണ്ട ഒരു കാര്യം അഫോർഡബിൾ പ്രൈസ്. അതാണ് ക്വാളിറ്റി കണ്ടന്റ് അഫോർഡബിൾ പ്രൈസ്. അതാ ക്ലാസ്സുകൾ എവിടെ നിന്നും കിട്ടും, അല്ലെ? യൂട്യൂബിൽ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ചവർ പോലെ കുറേ പഠിച്ചിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ കുറച്ച് സമയങ്ങൾ പോകും, വർഷങ്ങൾ പോകും. അല്ലാണ്ട് സ്ട്രാറ്റജി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ ഈ കോഴ്സിൻ്റെ ഫീസ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങളുടെ ഒരു നല്ല ഷർട്ട് മേടിക്കുന്ന അതേ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഷർട്ടിന് പകരം കാക്കിയാണെന്നേ ഉള്ളൂ. അതെ, അതാണ് കാക്കി അണിയാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി. തന്നെ ആ ഒരു ഭാഗ്യം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ടെല്ല PSC പുതിയ 2 കോഴ്സുകളാണ് ജനുവരിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം നമ്മൾ ഫോഴ്സിന് വേണ്ടിയിട്ട്, അതായത് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, എക്സൈസ് പോലുള്ള എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്, എല്ലാവർക്കും ഭയങ്കര പാടായിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ അതിന് മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഫാക്കൽറ്റീസാണ്, അത് കേരളത്തിലെ മികച്ച 3 ഫാക്കൽറ്റീസാണ് ടെല്ല PSCക്ക് ഉള്ളത്. അപ്പോൾ അവരുടെ മികച്ച ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തും. വളരെ മിതമായ നിരക്കിൽ നമ്മൾ ജനുവരി 1 തന്നെ കോഴ്സ് തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ന്യൂ ഇയർ ഗിഫ്റ്റാണത്. അപ്പോൾ ആ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നമുക്ക് ഫോഴ്സിന് വേണ്ടിയിട്ട്, അപ്പോൾ കുറേ ഫോഴ്സ് എക്സാം വരുന്നുണ്ട്. ഫോഴ്സ് ഒരുപാട് പേര് വളരെ കാക്കി അണിയാൻ സ്വപ്നം കാണുന്നവരുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിനൊപ്പം നമ്മൾ ടെല്ല PSC നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സിന് വേണ്ടിയിട്ട് ഒരു മികച്ച കോഴ്സ്, നല്ല കേരളത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റി അധ്യാപകർ നയിക്കുന്ന ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു കോഴ്സിൽ നമുക്ക് സ്കൂൾ ബുക്ക്, അതുപോലെ പഴയ സ്കൂൾ ബുക്ക് ആണെങ്കിൽ NCERT ആണെങ്കിൽ ആ ബേസ്ഡ് നോട്ട്സ് ആയിരിക്കും ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് മികച്ച ക്ലാസ്സുകൾ എത്തും. അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, PYQs, അപ്പോൾ സിലബസ് അനുസരിച്ചുള്ള ഒരു പഠനമായിരിക്കും. കംപ്ലീറ്റ് ചെയ്യും സിലബസ്. അത് മാത്രമല്ല മുൻവർഷ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കവറപ്പ് ആകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലിൽ 100 മാർക്കിൻ്റെ തന്നെ എക്സാംസും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എക്സാമിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഫിസിക്കൽ മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ എക്സ്ട്രാ ഒന്ന് എഫേർട്ട് ഇടേണ്ടി വരിക. ബാക്കി തിയറി, ബാക്കിയുള്ള മാർക്സ് എല്ലാം തന്നെ നമ്മൾ ഭദ്രമാക്കി വെക്കും. പിന്നെ എക്സാം ടഫ് ആയാലും ഈസി ആയാലും ഒന്നും നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. നിങ്ങൾ ആദ്യ റാങ്കിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തരുന്ന ഈ ഒരു മെറ്റീരിയൽ ആ ഒരു സിലബസ് അനുസരിച്ച് ആ ഒരു ടൈം ടേബിളിൽ പഠിച്ചു പോവുക മാത്രമാണ്. പിന്നെ റിവിഷനും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. ടെല്ല PSCയിലെ പുതിയ കോഴ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ടെല്ല PSCയുടെ ഈ ന്യൂ ഇയർ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നമായ കാക്കി ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീണ്ടും ക്ലാസ്സുകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.